നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ നമസ്തേ വേദപദേ. നമസ്കാരം. ഇന്ന് കർക്കിടകം 27 രാമായണ സത്സംഗത്തിന്റെ 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം യുദ്ധകാണ്ഡത്തിലെ രാവണ വിഭീഷണ സംഭാഷണമാണ്. കൂടാതെ വിഭീഷണനും രാമനും തമ്മിൽ സംവദിക്കുന്നതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ ആചാര്യനായ ശ്രീ ഗോപിനാഥ് പുത്രൂക്കിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. വിഭീഷണന്റെ ഉപദേശങ്ങളൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ളവയാണ്. നക്തഞ്ചരാധിപ, അല്ലയോ രാവണ, നിനക്കൊരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കാരണം ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ശ്രീരാമൻ ഒരു അവതാര പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞ രാക്ഷസ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ് വിഭീഷണൻ. ഒരിക്കലും രാക്ഷസീയതയിൽ മനസ്സുറപ്പിച്ച് ജീവിക്കുന്നവർക്ക് നാരായണന്റെ അവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇവിടെ രാവണന്റെ അനുജനായ വിഭീഷണൻ ശ്രീരാമനെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് രാവണന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ മൈഥിലി സീതാദേവിയിൽ അമിതമായ മോഹം വച്ചു പുലർത്താതെ ആ ദേവിയെ, മൈഥിലിയെ രാമന് കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ രാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഒരിക്കലും സജ്ജനങ്ങളോട് വൈരം പാടില്ല. അങ്ങനെയുള്ള മനോഭാവം വച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമുണ്ടാകും. നിനക്ക് ആപത്ത് വന്നിരിക്കുന്നു എന്ന് വിഭീഷണൻ നിരന്തരം രാവണനെ ഓർപ്പിക്കാറുണ്ട്. പക്ഷെ അതൊന്നും രാവണന് ബാധകമല്ല. കാരണം രാവണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ പഞ്ചേന്ദ്രിയങ്ങളെ, 10 ഇന്ദ്രിയങ്ങളെയും ബഹിർമുഖമാക്കി ജീവിക്കുന്ന ആ ഒരു മനോഭാവമാണുള്ളത്. അതാണ് ദശാനൻ. 10 ഇന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും ബഹിർമുഖമാക്കി അതിലൂടെ സമാർജിച്ച ഭൗതികതയിൽ അഭിരമിച്ച് ജീവിക്കുന്ന രാവണന് വിഭീഷണന്റെ ധർമ്മപ്രഭാഷണം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതാവില്ല. അത് അസഹനീയമായിരിക്കും. മാത്രമല്ല, വിഭീഷണൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദുഷ്ടബുദ്ധികളായ മന്ത്രിമാർ നിന്റെ കൂടെ ഇഷ്ടം പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരാരും നിന്നെ സഹായിക്കില്ല. ഈ മന്ത്രിമാരെന്ന് പറയുന്നത് മുഖസ്തുതി പറഞ്ഞ് ജീവിക്കുന്ന, വാസ്തവത്തിൽ തിരുമുമ്പിൽ ഭക്തന്മാരെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള സ്തുതിപാഠകന്മാരാണ്. ആ സ്തുതിപാഠകന്മാരുടെ വാക്കുകളിൽ ആനന്ദം കണ്ടെത്തി ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്കത് ശാശ്വതമായ ശാന്തിയോ സമാധാനമോ നൽകുന്ന ഒന്നായിരിക്കുകയില്ല എന്ന് കൂടി വിഭീഷണൻ പറയുകയാണ്. ഒരു ഭാഗം തന്നെയുണ്ട്, നമ്മളെല്ലാവരും പറയാറുണ്ട്, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ അത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ. വിഭീഷണൻ പലപ്പോഴും പറയുന്നുണ്ട്, നിന്നോട് കൂടുതൽ ഇഷ്ടം പറയുന്ന ഒരു ബന്ധുവും കഷ്ടകാലത്തിൽ നിന്നെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്നാണ് വിഭീഷണൻ പറയുന്നത്. എന്നാൽ വിഭീഷണന്റെ വാക്കുകളൊന്നും രാവണൻ വിലക്കെടുക്കുന്നില്ല. അതിനും കാരണമുണ്ട്. മൃത്യുവശകതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതും. മൃത്യു അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് എത്ര സിദ്ധൌഷധങ്ങൾ കൊടുത്താലും അതൊന്നും ഏൽക്കുകയില്ല. അതൊരു ചൊല്ലാണ്. അപ്പോ ഇത്തരം ചൊല്ലുകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭീഷണൻ ശ്രീരാമനോട് ചേരുന്നതിന്, മര്യാദാ പുരുഷോത്തമനോട് ചേരുന്നതിന് തന്റെ വിശ്വസ്തരായ മന്ത്രിമാരോട് കൂടി രാമന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു.
എന്നാൽ രാമസന്നിധിയിലെത്തിയ വിഭീഷണൻ ആരാണെന്ന് രാമന് മനസ്സിലാവുന്നില്ല. കാരണം പലരും വരും. ഇതൊരു വലിയ സംഭവമാണ്, ധർമ്മസമരമാണ്. ഈ ധർമ്മസമരത്തില് പല പക്ഷക്കാരുണ്ട്. രാമപക്ഷക്കാരുണ്ട്, രാവണപക്ഷക്കാരുണ്ട്. തന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തി രാവണന്റെ ദൂതനാണോ, അല്ലെങ്കിൽ രാവണന്റെ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണോ എന്ന കാര്യത്തിലൊക്കെ അവർക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ചും വാനന്മാർക്കും സുഗ്രീവാദികൾക്ക് വളരെ സംശയമാണ്. സുഗ്രീവൻ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹം മഹാരാജാവാണല്ലോ. അപ്പോ ആ ഒരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കുന്ന നന്നായിരിക്കും. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളേവരും എന്ന് വന്നിടുമോ നല്ലവരുണ്ടാം അവരും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. അതാണ് ആ ഭാഗം. അന്നേരമുദ്ധായ, ആ സമയത്ത് മാരുതിയാണ് രാമനെ വന്ദിച്ചിട്ട് വിഭീഷണൻ ആരാണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോ വിഭീഷണൻ ഉത്തമനാണെന്ന് മാരുതിക്ക് മനസ്സിലായി. അവിടെ മാരുതിയാണ്, ഹനുമാനാണ്. വിഭീഷണന്റെ ആ പെരുമാറ്റത്തിലെ ആ മഹത്വം കണ്ടപ്പോൾ മാരുതിക്ക് മനസ്സിലായി ഇവൻ ഉത്തമനാണ്, രാക്ഷസന്റെ ദൂതനല്ല എന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ഒരാൾ ശരണം പ്രാപിക്കുമ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളത് രാജാവിന്റെ ധർമ്മമാണ്. ഇവിടെ രാമന്റെ ധർമ്മം കൂടിയാണത്. ഇനി നക്തഞ്ചരാന്വയത്തിങ്കൽ, നക്തഞ്ചരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ, രാക്ഷസ വംശത്തിൽ ജനിച്ചവര് എല്ലാവരും ശത്രുക്കളാവണമെന്ന് വരുന്നില്ല. അത് നമ്മൾ പറയാറുണ്ട്. ഇപ്പോ എല്ലാവരും ശത്രുക്കളാവണമെന്ന് നിയമമൊന്നുമില്ല. ഇപ്പൊ രാവണൻ മാത്രം അങ്ങനെ ആയതുകൊണ്ട് ബാക്കിയുള്ള രാക്ഷസന്മാർ അതുപോലെ ആവണമെന്ന് നിരൂപിക്കേണ്ടതില്ല. അവരിലും നല്ലവരുണ്ടാം. അത് എല്ലാവരും മനസ്സിലാക്കിയാലും. ഇവിടെ പറയുന്ന ഒരു സംഭവമുണ്ട്. ജാതിനാമാദികൾക്കുള്ള ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. എവിടെയാണ്? അപ്പൊ അന്നേ ഇതിന് പ്രാധാന്യമുണ്ട്. ജാതി നാമാദികൾക്കല്ല. രാക്ഷസജാതിയാണോ, വാനരജാതിയാണോ, അല്ലെങ്കിൽ ദേവനാണോ, അങ്ങനെ നോക്കിയിട്ടല്ല ഗുണഗണം പറയുന്നത്. ഇപ്പൊ രാക്ഷസനായതുകൊണ്ട് ആ രാക്ഷസ ജാതിയിലും സൽക്കർമ്മം ചെയ്യുന്നവരുണ്ട്, അവരെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ജാതിനാമാദികൾക്ക് അവിടെ പ്രാധാന്യമില്ല. ബുധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനികൾ. ഇപ്പൊ ജ്ഞാനികൾ എപ്പോഴും പറയുന്നത് എന്താണ്? ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രയും ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നിർവധികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തി. ശാശ്വതമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ജാതിനാമാദികൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാതി എന്ന വൈകല്യത്തിന് അവിടെ പ്രസക്തിയൊന്നുമില്ല. അതാണ് ശ്രീരാമൻ പറയുന്നത്, അല്ലെങ്കിൽ രാമായണത്തിൽ പറയുന്നത്. കുലം അല്ലെങ്കിൽ ഗോത്രം, അതിനൊന്നും പ്രാധാന്യമില്ല. ഇന്നാണ് അതിനെ പൊക്കിപ്പിടിച്ച ആളുകൾ പലതരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇല്ലാത്ത കാര്യം അത്. അപ്പോ ജാതി എന്ന വൈകല്യം മാറ്റിയിട്ട് സാകല്യത്തിലേക്ക് വരണം. സകലതിനെയും, മനസ്സിലായില്ലേ? അപ്പൊ സകലതിനെയും ഉൾക്കൊള്ളാനുള്ള രാമന്റെ ദാർശനിക മനോഭാവമാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. അതാണ് വിഭീഷണനെ രാമൻ സ്വീകരിച്ചത്. ഒരിക്കലും ഇങ്ങനെയുള്ള ഗോത്ര, ജാതി, കുല ഭേദങ്ങൾക്കൊന്നും നമ്മുടെ സനാതന സംസ്കൃതിയിൽ പ്രാധാന്യമില്ലെന്ന് അനാദികാലം മുതലേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഋഷിമാരാരും ഇതുപോലുള്ള ജാതിനാമാദികളെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അപ്പോ വിഭീഷണനും രാമനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതാണ് മര്യാദാ പുരുഷോത്തമനും ആത്മാരാമനും അയോധ്യാരാമനും ഒക്കെയായ ശ്രീരാമനും ഈ ധർമ്മസമരത്തിൽ ജ്യേഷ്ഠന്റെ കൂടെ നിന്ന് ആ ധർമ്മസമരം സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന വിഭീഷണൻ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ വിഭീഷണന് രാമനിലേക്ക് എത്താൻ കഴിഞ്ഞു. കാരണം എന്താ? അവിടെ ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ബന്ധനമില്ല. അപ്പൊ യാതൊരു തരത്തിലുള്ള ബന്ധനത്തിനും അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ട്, ജാതിനാമാദികൾക്ക് അവിടെ പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ സനാതന വൈദിക ധർമ്മം എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം അത് മാനുഷികതയിൽ അടിയുറച്ചതാണ്. നമ്മുടെ ഋഷിമാരെല്ലാവരും ആ മാനുഷിക ഭാവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാനുഷികത, ദേവത്വം എന്നൊക്കെ പറയുന്നത് വിശേഷണങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി
നാം രാമായണം വായിക്കുമ്പോൾ പഠിച്ചറിയണം. പഠിച്ചറിഞ്ഞിട്ട് വേണം പഠിപ്പിക്കുവാൻ. ഇതെല്ലാം കേവലം കഥകൾ മാത്രമല്ല. ഓരോ കഥകളിലും ഓരോ സംഭവങ്ങളിലും ഉറങ്ങിക്കിടക്കുന്ന മഹത്തായ ആർഷ ദർശന പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എല്ലാവരും ജീവിക്കുവാൻ. ആ ഒരു ഉപദേശം കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഈ രാമന്റെ ആ മഹിമാതിരേകത്തെ അടുത്തറിഞ്ഞ് രാമമന്ത്രം ജപിച്ച് സുഖവും സമാധാനവും കാക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ശ്രീറാം. ഇതുകൊണ്ട് തന്നെയാണ് രാമായണം പാരായണം ചെയ്യുന്നതിലുപരിയായിട്ട് രാമായണത്തിലെ ഓരോ കഥകൾ എടുത്തുകൊണ്ട് അതിന്റെ വ്യാപ്തിയിലേക്ക് ഞങ്ങൾ പോകുന്നു. പഠിക്കുവാനും പറയുവാനും ഏറെയുണ്ട് രാമായണത്തിൽ. 27ാമത്തെ ഭാഗം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ.